ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ പിഎയുടെ കൊലപാതകത്തിൽ 3 പ്രതികൾ അറസ്റ്റിലായി. വാടക കൊലയാളികളായ വിശാൽ ശ്രീവാസ്തവ, മായങ്ക് മിശ്ര, രാജസിംഗ് എന്നിവരാണ് പിടിയിലായത്. ശ്രീനാഥ് ചന്ദ്രൻ വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. ശ്രീനാഥ്, എവിടെ നിന്നാണ് ഇവർ പിടിയിലായത്? ഇവർക്ക് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ ശ്രീനാഥ്? ഉന്മേഷ്, 3 സംസ്ഥാനങ്ങളിലെ പോലീസ് സംയുക്തമായി നടത്തിയ ഒരു ഓപ്പറേഷനിലാണ് ഇപ്പോൾ പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞത്. വാടക കൊലയാളികളാണ് ഇപ്പോൾ പിടിയിലായ 3 പേരും. ഉത്തർപ്രദേശ്, ബീഹാർ പോലീസിന്റെ സഹായത്തോടെയാണ് പ്രതികളെ കണ്ടെത്താൻ കഴിഞ്ഞത്. ഇതിൽ വിശാൽ ശ്രീവാസ്തവ എന്നത് ബീഹാറിലാണ്, ബക്സറിലാണ് അദ്ദേഹത്തിന്റെ വീട്. ബാക്കി 2 പേർ, മായങ്ക് മിശ്ര, രാജ് സിംഗ് എന്നിവർ ഉത്തർപ്രദേശ് സ്വദേശികളുമാണ്. വിശാൽ ശ്രീവാസ്തവയ്ക്കെതിരെ 15-ലേറെ ക്രിമിനൽ കേസുകളുള്ള വ്യക്തിയാണ്. ഈ 3 പേരെയാണ് ഇപ്പോൾ പിടിയിലായത്. ആരാണ് ഇവരെ അയച്ചത് എന്നതിനെ കുറിച്ചൊക്കെയുള്ള വിവരങ്ങൾ ഇനിയിപ്പോൾ ലഭിക്കേണ്ടതുണ്ട്. ഇന്നിപ്പോൾ രാവിലെ ഈ ബറാസത്ത് പോലീസ് കോടതിയിൽ ഈ പ്രതികളെ ഹാജരാക്കും. ബറാസത്തിലാണ് ഈ കൊലപാതകം നടന്നത്. ഏതായാലും ഈ പ്രതികളിലേക്ക് എത്താനുള്ള നിർണായകമായ വിവരം പോലീസിന് ലഭിക്കുന്നത് ഒരു ടോൾ ബൂത്തിൽ, കൊൽക്കത്തയിലെ ഒരു ടോൾ ബൂത്തിൽ പ്രതികൾ UPI വഴി പണമിടപാട്, ഈ ടോൾ പണം നൽകിയതുമായി ബന്ധപ്പെട്ടാണ്. അങ്ങനെയാണ് പോലീസിന് പ്രതികളിലേക്ക് കുറച്ചുകൂടി വേഗത്തിൽ എത്താൻ കഴിഞ്ഞത്. ഈ പ്രതികൾ ഈ കൊലപാതകത്തിന് ശേഷം ഒരു ചുവന്ന കാറിൽ രക്ഷപ്പെട്ടു എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷിക്കുന്നു. അങ്ങനെയാണ് ഈ ടോൾ ബൂത്തിൽ അവർ പണം നൽകിയിട്ടുണ്ട് എന്ന വിവരം ലഭിക്കുന്നത്. പിന്നീട് ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെ പ്രതികളെ കൃത്യമായി ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞു. പിന്നീട് ഈ 2 സംസ്ഥാനങ്ങളിലെ പോലീസിന്റെ സഹായത്തോടെയാണ് ഈ പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞത്. ഒരു കാറും 2 ബൈക്കും ഈ കൊലപാതക സമയത്ത് പ്രതികൾ ഉപയോഗിച്ചിരുന്നു. ഈ വാഹനങ്ങൾ മോഷ്ടിച്ചതാണ് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല അതിലെ നമ്പർ പ്ലേറ്റുകളും വ്യാജമാണ്. ഏതായാലും ആരയച്ചതാണ് ഇവരെ എന്നതിനെ കുറിച്ചൊക്കെയുള്ള വിവരങ്ങളിൽ ഇനിയിപ്പോൾ തുടർ അന്വേഷണം ഇവരെ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് മാത്രമേ വ്യക്തമാവുകയുള്ളൂ. സുവേന്ദു അധികാരി നേരത്തെ താൻ മമതയെ തോൽപ്പിച്ചതിൽ പ്രതികാരമായി കൊലപാതകം നടന്നതാണെന്ന് ആരോപിച്ചിരുന്നു. ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.